ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ഏട്ടനായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. വൈകിയാണ് എനിക്കത്. ഇപ്പോൾ തന്നെ സമയം 9:30 എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. പിന്നെ സ്കൂളൊന്നുമില്ല, കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ചു. അപ്പോൾ പിന്നെ വൈകി എഴുന്നേറ്റ്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ലാസ്റ്റ് ഗോതമ്പിൻ്റെ പുട്ടിലേക്ക് തീരുമാനമായി. അങ്ങനെ വേഗം പൊടി കുഴച്ച് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം ഉണ്ടാക്കാണ്. തിരക്ക് പിടിച്ചിട്ടാണ് ആ പൊടി നനച്ചത് ശരിയായില്ല. എങ്ങനെയാണ്ടൊക്കെ കാട്ടി ഞാനത് പുട്ട് നമ്മൾ കയറ്റി വെച്ചു. അങ്ങനെ ഒരു കണ കുത്തിയിട്ട് അത് കിട്ടണമുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്. എങ്ങനെയൊക്കെ കുത്തി ചാടിച്ച് പുറത്തേക്ക് ഇട്ടു. അത് പൊടിഞ്ഞു പോയെങ്കിലും പിന്നെ പൊടിഞ്ഞിട്ടല്ലേ വയറ്റിലേക്ക് പോണേന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചെടികളൊക്കെ വാടി നിൽക്കുകയാണല്ലോ. എന്നാലും വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയപ്പോൾ നനയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കാലത്ത് തന്നെ ഒന്നങ്ങ് നനച്ചിടാമെന്ന് ഓർത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുട്ട് രണ്ടാമത്തെ കണ വെച്ചേക്കാണ്. ഒരു കണ കുത്തി അടുത്തത് വെച്ചേക്കണം. എന്നിട്ട് ആ നേരത്ത് ഞാൻ ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, ഇഷ്ടംപോലെ പണികളുണ്ട്. 10 മണി എങ്ങാണ്ട് ആവാറായിട്ടുണ്ട്. ഇന്നാകെ താളം തെറ്റി. ഇതാണ് വൈകി എനിക്കുള്ള കുഴപ്പം. വൈകി എനിക്ക് പിന്നെ എല്ലാം പണി പാളും. പിന്നെ ഞാൻ പൊന്നൂൻ്റെ മുടി രാവിലെ തന്നെ ഒരു ഇത്തിരി മെഴുക്കതുമ്പോൾ തേച്ചിട്ടൊന്ന് കെട്ടി മുകളിലേക്കൊക്കെ. ചൂടല്ല, ഇവളിങ്ങനെ അഴിച്ചൊലച്ച് നടക്കും. അപ്പോൾ ചെട പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതൊന്ന് വേഗം ഇത്തിരി മെഴുക്ക് തേച്ചിട്ട് മുകളിലേക്ക് വെച്ച് കെട്ടി വെച്ചു കൂട്ടാ. അങ്ങനെ പിള്ളേർക്കൊക്കെ ചായയൊക്കെ കൊടുത്തു. ഞാനും ഏട്ടനും ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ TV കണ്ടുകൊണ്ടായിട്ട് തിന്നോണ്ടിരിക്കുന്നത്. വലിയ സുഖമൊന്നുമില്ല പുട്ട്. എന്നാലും ആ പയറ് കൂട്ടി തിരാനായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചായ ഒഴിച്ചായിട്ട് തിന്നണത്. അപ്പോൾ പയറ് ഒഴിച്ച് തിന്നത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചേട്ടൻ വാരി തരാണ്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ചായ ഒഴിച്ചത് ഞാൻ ചേട്ടനും വാരി കൊടുക്കുകയാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട്. ആൾക്ക് ഇഷ്ടമില്ല, എന്നാലും ആളത് കഴിച്ചിറക്കിയിട്ടാ. എനിക്ക് ഇതേ കണ്ട കുറ്റം പറയുന്നുണ്ട് ചായ ഒഴിച്ചേനെ. പക്ഷേ എനിക്കെന്തോ പാൽ ചായ ഒഴിച്ച് ഗോതമ്പ് പുട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പഴത്തിനേക്കാളും ഇഷ്ടം ചായ ഒഴിച്ച് കഴിക്കുന്നതാണ്. പിന്നെ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും ഇപ്പോഴൊക്കെ പറയാൻ നേരം ഉണ്ടാവുള്ളൂ. ഇനി അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.